സൗദി അറേബ്യയിലെ റിയാദിൽ അൽഹർ എന്ന സ്ഥലത്താണ് ഞാനുള്ളത്. ഏകദേശം 30 കിലോമീറ്റർ ഉള്ളിലോട്ടാണ് ഹയർ എന്ന സ്ഥലം. രാവിലെ 5:30 5:30 എഴുന്നേറ്റിട്ട് വേണം 6 കടയിലെത്താൻ. ഫോണിൻ്റെ പോലും വെളിച്ചം ഉപയോഗിക്കാതെ വേണം ഡോർ തുറന്ന് പുറത്തിറങ്ങാൻ, അതും ശബ്ദമുണ്ടാക്കാതെ. എന്നിട്ട് വേണം വാഷ് ബേസിനിൽ ലൈറ്റ് ഇടാൻ. 6:30 കടയിലെത്തി. ആഷിംക നേരത്തെ തുറന്നിട്ടുണ്ട് കട. ആഷിംകാക്കുള്ള ചായയും കൊണ്ട് കൗണ്ടറിലേക്ക്. ഇനി ഞാൻ കഴിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്ന കേക്കും ഒരു ഗ്ലാസ് ചായയും. അത് കഴിഞ്ഞ് ഫ്രിഡ്ജിൻ്റെ ഗ്ലാസ്സുകളെല്ലാം വേഗം തുടക്കാവുന്ന പരിപാടി തുടങ്ങി. എന്നിട്ട് വേണം സ്കൂട്ടർ ഇറക്കാൻ, അതിൽ പെട്രോൾ ഒഴിക്കണം, പിക്കപ്പിൽ വെച്ചിരിക്കുന്ന കുബൂസും മറ്റ് ഐറ്റംസും എടുത്ത് കടയിൽ വെക്കണം. അങ്ങനെ നമ്മളെ ഡ്യൂട്ടി ചാലുവായി. ഈ കാണുന്നത് റബിയ എന്ന കമ്പനിയുടെ ഫ്രിഡ്ജാണ്. ഇവിടെ മെയിനായിട്ടുള്ള കമ്പനികൾ ഒന്ന് റബിയ, പിന്നെ ഒന്ന് മറായി, പെപ്സി, കോള തുടങ്ങിയവയാണ്. അത് കഴിഞ്ഞ് മുട്ട ഫ്രിഡ്ജിൽ വെക്കുന്ന പരിപാടിയാണ്. ഗ്ലാസ് ചില്ലറിലാണ് ഞങ്ങൾ മുട്ട വെക്കുന്നത്. കൂടുതലായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഫ്രഷ് കോഴി വെക്കുന്ന ഫ്രിഡ്ജിൻ്റെ താഴിലും വെക്കാറുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെയില്ല, മുട്ടയ്ക്കൊക്കെ ഡേറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ബാക്കി വന്ന മുട്ട അൽമാറായുടെ അലിയോം എന്ന കോഴി ഡിവിഷൻ്റെ തലാജിലേക്ക് എടുത്തു വെക്കലാണ്. പണ്ട് സിനിമ കാണുമ്പോൾ വിചാരിക്കും ഈ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലെ വീഡിയോ എടുക്കുന്നത് എങ്ങനെയാണ്. ഞാൻ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ അത് വെച്ചിട്ടാണ് എടുത്തത്. നേരത്തെ പറഞ്ഞ ചില്ലറാണിത്. 2 കാർട്ടൺ മുട്ട ഇതിൻ്റെ ഉള്ളിൽ കയറും. ഇതാണ് ഫ്രഷ് കോഴി. ഇത് അൽവർത്തൻ എന്ന പറഞ്ഞ കമ്പനിയുടെ കോഴിയാണ്. ഇവിടെ ഇങ്ങനെയാണ് വരിക, റസ്റ്റേഡ് ചിക്കൻ പാക്കറ്റായിട്ട്. പിന്നെ കാല്, കരള്, അങ്ങനത്തെ ഐറ്റംസൊക്കെ വേറെയും പാക്കറ്റിട്ട് വരും. നേരെ ദബ്ബാബ് ഇറക്കാൻ പോയി. സ്കൂട്ടറിന് അറബിൽ ദബ്ബാബ് എന്നാണ് പറയുക. ഞങ്ങളുടെ ഗോഡൗണാണ്. ഈ കിടക്കുന്ന ചുവപ്പ് ഹയാബുസയാണ് എൻ്റെ വണ്ടി. ഡെയിലി ഒരു 10 റിയാലിൻ്റെ എണ്ണ അടിക്കും. നാട്ടിലെ പോലെയല്ല, എണ്ണയ്ക്ക് വില കുറവാണ്. തുറന്ന് എണ്ണയൊക്കെ ഒഴിക്കാൻ തുടങ്ങി. ഒരു കന്നാസും വെച്ച് എണ്ണ ഡെയിലി വാങ്ങി. വണ്ടി റണ്ണിങ് വെച്ച ശേഷം കടയിലെടുത്ത് കൊണ്ടുവച്ചു. ആദ്യ ഡെലിവറി വെള്ളക്കമ്പനിയിലേക്കാണ്. സൗദിയിലെ ഗവൺമെൻറ്റിന് കീഴിലുള്ള വലിയൊരു കമ്പനിയാണ് സൗദി വാട്ടർ കമ്പനി. ഇവിടെ സെക്യൂരിറ്റി ഉണ്ട്, അതുകൊണ്ട് മൊബൈൽ അകത്തേക്ക് കയറ്റാൻ കഴിയില്ല. അവിടുന്ന് ഇറങ്ങി ഓപ്പോസിറ്റ് റോഡിൻ്റെ സൈഡിലേക്ക് കയറി. ഇനിയുള്ള തലവ് ബുർജ് സ്ട്രീറ്റിലാണ്. അവിടെ 34 നമ്പർ. തൊട്ടിപ്പുറത്ത് കാണുന്നത് സ്പീഡ് ട്രാക്കാണ്. നമ്മളതിലൂടെ പോകാറില്ല. സാധാരണ ഈ കാണുന്ന ഭാഗത്ത് മുറുണ്ടാവലുണ്ടായിരുന്നു. ഇതാണ് ഉള്ളിലെ ഗല്ലി. രാവിലെ തന്നെ ആയതുകൊണ്ട് ആരും എഴുന്നേറ്റിട്ടുണ്ടാവില്ല. അത്യാവശ്യം കമ്മി ജോലിയുള്ള ആൾക്കാരൊക്കെ രാവിലെ 4 മണി 5 മണിയാകുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങും. അല്ലെങ്കിൽ ട്രാഫിക് കാരണം അവർക്ക് ഓഫീസ് ടൈമിൽ എത്താൻ പറ്റില്ല. അത്യാവശ്യം നല്ല വണ്ടികളൊക്കെ കാണാം. അന്ന് പഴയതും ഉണ്ടാവും. ഇടതാത്തിരിക്കുന്നത് നമ്മുടെ തൊട്ടപ്പുറത്തെ കടയിലുള്ള ബംഗാളിയാണ്. വീരുള്ളാതിരിക്കാൻ വേണ്ടി അവിടെ ഇരുന്ന് ഫോൺ ചെയ്യും. ഇവിടെയാണ് എനിക്ക് സാധനം കൊടുക്കേണ്ടത്. 34 നമ്പർ. പുള്ളിയെ നമ്മൾ കോണ്ടസ എന്നാണ് വിളിക്കൽ. ആ കാർ കണ്ടിട്ട പേരാ. പുള്ളിയുടെ സാധനം കൊടുത്തു, തിരിച്ച് കടയിലേക്ക് പോക്കായി. രാവിലെ തന്നെ അത് അത്യാവശ്യം ചൂടും വെയിലൊന്നും അങ്ങനെ വന്നിട്ടില്ല. അതുകൊണ്ടാണ് തൊപ്പിയൊന്നും ഇടാതെ കൂളായിട്ട് പോകുന്നത്. ഇത് നമ്മുടെ കടയിൽ പുറകിലുള്ള പാർക്കാണ്. അത്യാവശ്യം തണൽ മരങ്ങളൊക്കെ ഉണ്ട്. ബസ് സ്റ്റോപ്പ് പോലെ കുറേ ആൾക്കാർ എപ്പോഴും പാർക്കിലുണ്ടാവും. ഈ പണിക്കൊന്നും പോകാത്ത ടീംസ് ഉണ്ടാവുമല്ലോ എല്ലായിടത്തും.